നമുക്ക് അറിയാം ഈ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷനെ കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. കോമ്പറ്റേറ്റീവ് എക്സാമിനേഷന് കോച്ചിങ്ങിനെ കുറിച്ചും പറഞ്ഞു. അപ്പോൾ ഈ കോച്ചിങ് ഫെസിലിറ്റി എവിടെയാണുള്ളത്? ഭൂരിഭാഗം കോച്ചിങ് ഫെസിലിറ്റിയും കുറച്ച് സ്ഥലങ്ങളിലാണുള്ളത്. അത് പട്ടണങ്ങളിലാണ്. ഒരു ഗ്രാമത്തിലുള്ളൊരു കുട്ടിക്ക് അവൻ എത്ര മിടുക്കനായാലും മിടുക്കിയായാലും ഒരു എൻട്രൻസ് കോച്ചിങ്ങിന് പോവുക എന്ന് പറയുന്നത് അവിടെ ആക്സസ് ഇല്ല. അവിടെ കാരണം പഠിക്കുന്നത്, താമസിക്കുന്നത്, പോകുന്ന സ്കൂൾ ഗ്രാമത്തിലും ഈ എൻട്രൻസ് കോച്ചിങ് സെൻറ്ററുകൾ പട്ടണത്തിലുമാണ്. അപ്പോൾ സ്കൂളിന് ശേഷം ഉള്ള റെഗുലർ കോച്ചിങ് പ്രോഗ്രാമിന് ടൗണിലുള്ള കുട്ടികൾക്ക് മാത്രമേ പറ്റുള്ളൂ. സ്കൂൾ കഴിഞ്ഞ് നേരെ കോച്ചിങ് സെൻറ്ററിൽ പോകാം, ആ റെഗുലർ കോച്ചിങ് എടുക്കാം, പിന്നെ വീട്ടിലേക്ക് പോകാം. ഈ ഒരു ട്രയാങ്കുലർ ഒരു രീതിയുണ്ട്. അഥവാ വീട്ടിൽ നിന്ന് സ്കൂളിലേക്ക് പോകുന്നു, സ്കൂളിൽ നിന്ന് കോച്ചിങ് സെൻറ്ററിലേക്ക് വരുന്നു, കോച്ചിങ് സെൻറ്ററിൽ നിന്ന് വീണ്ടും വീട്ടിലേക്ക് പോകുന്നു. ഇത് ടൗണിൻ്റെ പരിസരത്തുള്ള കുട്ടികൾക്ക് മാത്രമേ സാധിക്കുള്ളൂ. അപ്പം യഥാർത്ഥത്തിൽ മത്സരം നടക്കുന്നത് അവസാനം +2 ശേഷം മത്സരം നടക്കുമ്പോൾ ഈ ടൗൺ ബേസ്ഡ് ആയിട്ടുള്ള കുട്ടികൾ മുന്നോട്ട് പോകുന്നു. അതിലെന്താ അത്ഭുതം? കാരണം അവർക്ക് ഈ ഫെസിലിറ്റി കിട്ടുന്നു. ഗ്രാമത്തിലുള്ള കുട്ടികൾക്ക് ഈ ഫെസിലിറ്റി കിട്ടുന്നില്ല. ഇതാണ് ഒന്നാമത്തെ പ്രശ്നം, ജിയോഗ്രഫിക്കൽ ബാരിയർ. രണ്ടാമത്തെ പ്രശ്നം, ഈ എൻട്രൻസ് കോച്ചിങ് എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി കോസ്റ്റ് കൂടുതലാണ്. ഓരോ ബ്രാൻഡ് അനുസരിച്ച്, ഓരോ കമ്പനിയുടെ ഇതനുസരിച്ച് ഒരു 50,000 60,000 മുതൽ അങ്ങനെ 100,000 150,000 വരെയൊക്കെ 200,000 വരെയൊക്കെ വേരി ചെയ്യുന്ന അത്രയും കോസ്റ്റ്ലി ആയിട്ടുള്ളൊരു സംഗതിയാണ് എൻട്രൻസ് കോച്ചിങ് എന്ന് പറയുന്നത്. ഇനി ടൗണിലേക്ക് ഷിഫ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഒരു കുട്ടി ഹോസ്റ്റൽ ഓപ്റ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഹോസ്റ്റലിൽ അറൗണ്ട് ഒരു 6,000 to 7,000 8,000 പെർ മന്ത് ആ കോസ്റ്റ് വരും. അപ്പോൾ ആവറേജ് ഒരു 7,000 എടുക്കുകയാണെങ്കിൽ ഒരു 10 months പ്രോഗ്രാം ആണെങ്കിൽ 70,000 rupees just for accommodation and around another 60-70,000 for tuition fee. ഒരു 150,000 rupees ഒരു കുട്ടി ഒരു വർഷം ഇതിന് ചിലവഴിക്കണം. അതും ഒരു ഉറപ്പുമില്ലാത്ത പരീക്ഷയ്ക്ക്. അറൗണ്ട് 14 lakhs കുട്ടികൾ 14 lakhs പ്ലസ് കുട്ടികൾ നീറ്റ് എക്സാമിനേഷൻ ഓൾ ഓവർ ഇന്ത്യ എഴുതുന്നുണ്ട്. അതിലൊരു 100,000 സീറ്റേ ഉള്ളൂ. അപ്പോൾ ഉറപ്പല്ലേ ഒരു 13 lakhs കുട്ടികൾ പുറത്തു പോകുമെന്നുള്ളത്. അപ്പം എത്ര ആ ഒരു മത്സര ബുദ്ധിയോടുകൂടി പോകുന്ന ഈ പരീക്ഷയ്ക്ക് ഒരു കുട്ടി ഇത്രയധികം പൈസ ചിലവഴിക്കേണ്ടി വരുന്നു എന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഇവിടെ അഡൈസ് ചെയ്യുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിനെ പോപ്പുലറൈസ് ചെയ്യുന്നു, ഡെമോക്രറ്റൈസ് ചെയ്യുന്നു, ഇതിനെ മിനിമൈസ് ചെയ്യുന്നു. ഇതിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ ഈ പറഞ്ഞ കോസ്റ്റിൻ്റെ 10ലോ 20ലോ ഒന്നൊക്കെ ആയിട്ട് വളരെ കുറഞ്ഞ എഫോർഡബിളായ ഏതൊരാൾക്കും, പൈസ ഉള്ളവനും ഇല്ലാത്തവനും പാവപ്പെട്ടവനും എല്ലാവർക്കും എഫോർഡബിളായ ഒരു ലെവലിലേക്ക് ഇതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, താഴ്ത്തി കൊണ്ടുവന്നിരിക്കുന്നു. അപ്പോൾ ഇത് ഈക്വൽ ഓപ്പർച്യൂണിറ്റി എല്ലാവർക്കും ഉറപ്പുവരുത്തുന്നു. അവർ പഠിക്കുന്ന സ്കൂളിൽ തന്നെ ഈ ഫെസിലിറ്റി അവർക്ക് കിട്ടുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രാധാന്യമുള്ള ഒരു സംഗതി.